ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഭിവന്ദ്യരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീത 1-ാം അധ്യായം അർജുന വിഷാദയോഗം. 1-ാം അധ്യായത്തിലെ 20 വരെയുള്ള ശ്ലോകങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. 21-ാമത്തെ ശ്ലോകം വായിക്കാം. അർജുന ഉവാച സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമച്യുത. അർജുനഃ ഉവാച, അർജുനൻ പറഞ്ഞു, ഹേ അച്യുത, അല്ലയോ കൃഷ്ണ. കൃഷ്ണനെ സഖാവായിട്ടാണല്ലോ കൊണ്ടു നടക്കുന്നത്. ഹേ കൃഷ്ണ, ഉഭയോഹോ സേനയോഹോ മധ്യേ, രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തില് മേ രഥം സ്ഥാപയ, എന്റെ രഥത്തെ സ്ഥാപിച്ചാലും. ഭഗവാനോട് എത്ര സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് അർജുനൻ സംസാരിക്കുന്നതെന്ന് നമുക്ക് കാണാം അല്ലേ. ഹേ കൃഷ്ണ, തൻ്റെ സാരഥിയായിട്ട് ഭഗവാനെ അർജുനൻ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൻ്റെ കടിഞ്ഞാൺ ഭഗവാന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഭദ്രമായിരിക്കും എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. രഥത്തെ കൊണ്ട് അവിടെ നിർത്തൂ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലെ ആസുരീ വാസനകളും ദേവീ വാസനകളും തമ്മിലുള്ള സംഘട്ടനത്തില് ഈശ്വരനെ മുൻനിർത്തിയിട്ട്, തൻ്റെ ആത്മാവായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്ന ഈശ്വരനെ മുൻനിർത്തിക്കൊണ്ട് ആ ഈശ്വരന്റെ മുമ്പില് ഈ സംഘട്ടനത്തെ നിർത്തി ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാനെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ മനസാക്ഷിയായിട്ട് നമ്മുടെ ഉള്ളിൽ വർത്തിക്കുന്നയാൾ തന്നെയല്ലേ ഭഗവാൻ. അപ്പോൾ ആ ഒരു യുദ്ധക്കളം നമ്മുടെ മനസ്സ് തന്നെയാണ് എന്ന് ആചാര്യന്മാര് പറയും. അപ്പോൾ അങ്ങനെ അവിടെ രഥം കൊണ്ട് നിർത്തുകയാണ് ചെയ്തത്. ചില പുസ്തകത്തിൽ ഇത് ഒരു ശ്ലോകമായിട്ട് കാണും, ചില പുസ്തകത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ അവസാനത്തെ ശ്ലോകവും ഇതും കൂടി ചേർത്തിട്ട് ആയിരിക്കും ഉണ്ടാവുക. എന്തായാലും നമുക്ക് അടുത്ത ശ്ലോകമായിട്ട് വായിക്കാം. 22-ാമത്തെ ശ്ലോകം. യാവദേതാൻ നിരീക്ഷേകം യോദ്ധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹ യോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ. യോദ്ധുകാമാൻ, അതായത് യുദ്ധം കൊതിക്കുന്നവര്, യുദ്ധേച്ഛുക്കള്, യുദ്ധത്തെ ആഗ്രഹിക്കുന്നവര്. അങ്ങനെ യുദ്ധേച്ഛുക്കളായിട്ട് അവസ്ഥിതാൻ ഏതാൻ, ഉറച്ചു സ്ഥിതി ചെയ്യുന്നവര്, പിന്തിരിഞ്ഞോടത്തില്ല. അങ്ങനെ യുദ്ധം കൊതിച്ചുകൊണ്ട് യുദ്ധത്തിൽ വിജയം വരിക്കുവാൻ ആഗ്രഹിച്ച് ഉറച്ചു സ്ഥിതി ചെയ്യുന്ന ഇവരെ, യാവത് അഹം നിരീക്ഷേ, ഞാൻ നോക്കിക്കാണുന്നത് വരെ. ഏത് സമയം വരെ ഞാൻ ഇവരെ നോക്കിക്കാണുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവരെയൊക്കെ ഞാനൊന്ന് കണ്ടോട്ടെ. കൃഷ്ണൻ ഈ രഥത്തെ ഇവിടെ ഉറപ്പിച്ചു നിർത്തിയാലും താവത്, അതുവരെ രഥം സ്ഥാപയ, രഥം നിർത്തിക്കൂ ഇവിടെ. അസ്മിൻ രണസമുദ്യമേ, ഈ യുദ്ധ സംരംഭത്തില് കൈഹി സഹ മയാ യോദ്ധവ്യം, ആരോടുകൂടിയെല്ലാമാണ് എനിക്ക് യുദ്ധം ചെയ്യേണ്ടത്, അത് ഞാനൊന്ന് നോക്കിക്കാണട്ടെ. ആരെയാണ് ഏൽപ്പിക്കുന്നത്? അച്യുതനെയാണ് ഏൽപ്പിക്കുന്നത്. ന ച്യവതേ ഇതി അച്യുതഃ, ച്യുതിയില്ലാത്തവനാരോ അവൻ അച്യുതൻ. ഭഗവാൻ അല്ലാതെ മറ്റാർക്കാണ് ഈ പേര് അനുയോജ്യമായിരിക്കുന്നത്? ഏതൊന്നിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായി വന്നിരിക്കുന്നത്? ഏതൊന്നിലാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്? ഏതൊന്നിലേക്കാണ്, ഏതൊരു നാശരഹിതമായ സത്യവസ്തുവിലേക്കാണ് ഇതെല്ലാം എത്തിച്ചേരുന്നത്, ലയിക്കുന്നത്? അവനാണ് അച്യുതൻ. അതുകൊണ്ട് ആ ഭഗവാന് നാശമില്ല. അതുകൊണ്ടാണ് ഭഗവാന് അച്യുതൻ എന്ന് പേര്. ഇനി നച്യവന്തേ ഭക്താഹ യസ്മാത് സഹ അച്യുതഃ, യാതൊരുവനിൽ നിന്ന് ഭക്തന്മാർക്ക് യാതൊരു ച്യുതിയുമില്ലയോ ആ ആൾ അച്യുതൻ. അപ്പൊ ആ ആളിനെ ശരണം പ്രാപിച്ചാൽ, നാശരഹിതനായ സത്യവസ്തുവിനെ ശരണം പ്രാപിച്ചാൽ ശരണം പ്രാപിക്കുന്നവർക്കും നാശമില്ല. അതുകൊണ്ടുകൂടി
അച്യുതൻ. പതനമില്ലാത്തവനായ ഭഗവാനാണ് അച്യുതൻ. അപ്പോ അർജുനൻ ഭഗവാനെ കൃഷ്ണനെ അച്യുത എന്ന് സംബോധന ചെയ്തുകൊണ്ടാണ് രഥത്തെ ഇവിടെ സ്ഥാപിക്കൂ, എന്നെ ഈ നാശോന്മുഖമായ ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ ലോകത്ത് നിന്ന് നാശരഹിതമായ സത്യവസ്തുവിലേക്ക് ലയിപ്പിക്കൂ എന്ന് തന്നെയല്ലേ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഒരു ദേവീ സമ്പന്നൻ, അതായത് ദേവീ വാസനകളെ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവര് ഒരിക്കലും ച്യുതി വരാത്തതായിരിക്കുന്ന ഈശ്വരനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വരൂപനാശം ഇല്ല, ആ ഭഗവാനെ തന്നെ പ്രാർത്ഥിക്കുന്നു എന്ന അർത്ഥം. അടുത്ത ശ്ലോകം വായിക്കട്ടെ. 23-ാമത്തെ ശ്ലോകം. യോത്സ്യമാനാനവേക്ഷേഹം യ ഏതേത്ര സമാഗതാഃ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേഃ യുദ്ധേ പ്രിയചികീർഷവഃ. സന്ധി പിരിക്കുമ്പോഴാണ് നമുക്ക് വിസർഗം ഉച്ചരിച്ച് പിരിച്ചു വായിക്കുന്നത്. ര ഒക്കെ വിസർഗം ആയിട്ട് മാറും. അതുകൊണ്ടാണ് ദുർബുദ്ധേർ എന്ന് പുസ്തകത്തിലുണ്ടെങ്കിൽ അത് ദുർബുദ്ധേഹ ആയി മാറും. അത്ര യുദ്ധേ, ഈ യുദ്ധത്തില് ദുർബുദ്ധേഹേ ധാർത്തരാഷ്ട്രസ്യ, ദുഷിച്ച ബുദ്ധിയോടുകൂടിയ ദുര്യോധനന്, പ്രിയ ചികീർഷവഃ, പ്രിയം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരായി, സമാഗതാഹ, സമാഗതരായിരിക്കുന്ന, ഏതേ ഏ, ഇവർ ആരെല്ലാമാണ്? യോത്സ്യമാനാൻ താൻ, അഹം അവേക്ഷേ, യോത്സ്യമാനാൻ താൻ, യുദ്ധം കൊതിക്കുന്നവരായ അവരെ, അഹം അവേക്ഷേ, ഞാനൊന്ന് കാണട്ടെ. നമ്മുടെ സ്വരൂപവും സ്വഭാവവും രണ്ടു ഭാവങ്ങൾ. സ്വഭാവം എന്ന് പറയുന്നത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു, അത് ഈ പ്രപഞ്ചം തന്നെയാണ്. സ്വരൂപം നാശരഹിതമായിട്ട് അങ്ങനെ തന്നെ നിലനിൽക്കുന്നത്. അപ്പോൾ സ്വരൂപ വിസ്മൃതി മൂലം അജ്ഞാനം ഉണ്ടാകുന്നു എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. നമ്മുടെ സ്വരൂപം ഏതാണ് എന്ന് നമുക്ക് അറിയില്ല, മറന്നു പോകുന്നു. അത് തന്നെയാണ് അജ്ഞാനം. എന്താണ് സ്വരൂപം? ഭഗവാന്റെ സ്വരൂപം തന്നെയാണ് നമ്മുടെയും സ്വരൂപം. സച്ചിദാനന്ദം, ആനന്ദ സ്വരൂപമാണ് നാം ഓരോരുത്തരും എന്ന് തിരിച്ചറിയുമ്പോൾ ആ അജ്ഞാനം നീങ്ങി ജ്ഞാനം ഉണ്ടായി വരുന്നു. അപ്പോൾ അജ്ഞാനത്തിൽ നിന്നാണ് ഈ ആസുരീ വാസനകൾ ഉണ്ടാകുന്നത് എന്നതിനെ സശ്രദ്ധം മാറി നിന്ന് നാം വീക്ഷിച്ച് മനസ്സിലാക്കണം എന്നാണ്. അടുത്ത ശ്ലോകം വായിക്കാം. സഞ്ജയ ഉവാച ഏവമുക്തോ ഹൃഷീകേശഃ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. 24-ാമത്തെ ശ്ലോകമാണ് വായിച്ചത്. 24-ഉം 25-ഉം ശ്ലോകങ്ങൾ ചേർത്താണ് അന്വയിച്ച് അർത്ഥം പറയുവാൻ എളുപ്പം. അതുകൊണ്ട് 25-ാമത്തെ ശ്ലോകം കൂടി വായിക്കാം. നോക്കിക്കോളൂ. ഭീഷ്മദ്രോണ പ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യേതാൻ സമവേദാൻ കുരൂനിതി. ഋഷികേശോ എന്നാണ് ശ്ലോകത്തിലുള്ളത്. സന്ധി വിരിച്ചു പറയുമ്പോൾ ശ്രീകേശഃ എന്ന് വായിക്കും. വിസർഗം ഉച്ചരിക്കണമെങ്കിൽ ശ്രീകേശഃ എന്നാണ് വായിക്കുക. സഞ്ജയ ഉവാച, അത് സന്ധി. സഞ്ജയഃ ഉവാച, സഞ്ജയൻ പറഞ്ഞു. ഹേ ഭാരത, അല്ലയോ ഭരതവംശജനായ രാജാവേ, അതായത് ധൃതരാഷ്ട്രോടാണല്ലോ പറയുന്നത്. ഗുഡാകേശേന ഏവം ഉക്തഃ ഹൃഷീകേശഃ, ഗുഡാകേശേന അർജുനനാൽ ഇപ്രകാരം പറയപ്പെട്ട കൃഷ്ണൻ, ഉഭയോഹോ സേനയോഹോ രണ്ടു സൈന്യങ്ങളുടെയും, ഭീഷ്മ ദ്രോണ പ്രമുഖതഃ സർവേഷാം മഹീക്ഷിതാം ച മധ്യേ
ഭീഷ്മ ദ്രോണാദികളായിരിക്കുന്ന പ്രമുഖന്മാരുടെയും സർവേഷാം എല്ലാ മഹീക്ഷിതാം മഹീപാലന്മാരുടെയും മധ്യത്തില് രഥോത്തമം സ്ഥാപയിത്വ രഥത്തിനെ നിർത്തിയിട്ട്, എന്താ നിർത്തിയിട്ട് ഭഗവാൻ പറയുന്നതാണ്, ഹേ പാർത്ഥ, അല്ലയോ അർജുന, സമവേദാൻ ഏതാൻ കുരൂൻ പശ്യ, ഇതാ ഇവിടെ സംഘം ചേർന്നിരിക്കുന്ന ഈ കൗരവന്മാരെ കണ്ടാലും എന്ന് ഭഗവാൻ അർജുനനോട് ഇതി ഉവാച ഇപ്രകാരം പ്രതിവചിച്ചു. ഭരതന്റെ ഗോത്രത്തില് പിറന്ന പുരുഷൻ ഭാരതൻ, ഋഷികേശൻ അല്ലെ, ഗുഡാകേശൻ പറയും. ഗുഡാകേശ അതായത് ഗുഡാകായ ഈശഃ ഗുഡാകേശഃ എന്നാണ്, ഉറക്കത്തെ നിയന്ത്രിച്ചവൻ ഗുഡാകേശൻ. എപ്പോഴും ജാഗ്രതായിട്ട് ഉണർന്നിരിക്കുന്നയാള്. മഹാദേവർക്കും അർജുനനും മാത്രമാണ് ഈ നാമം നൽകിയിട്ടുള്ളത് എന്ന് ആചാര്യന്മാര് അനുസ്മരിക്കും. അപ്പൊ അങ്ങനെ ഭഗവാൻ അവരുടെ മധ്യത്തിലായിട്ട് കൊണ്ടുവന്ന് രഥത്തെ നിർത്തിയിട്ട് ഇതാ ഈ കൗരവന്മാരെ കണ്ടാലും എന്ന് പറഞ്ഞു. അപ്പൊ ശത്രുക്കളെ നോക്കിക്കാണുവാനാണ് അർജുനൻ കൊതിച്ചത്. ഭഗവാന്റെ നിർദ്ദേശം അർജുനന് ലഭിച്ചു എന്നാണ്. അതായത് ഗുഡാക എന്നാൽ നിദ്ര, നിദ്രയെ ജയിച്ചവൻ ഗുഡാകേശൻ. ഉറക്കമില്ലാതെ തപസ്സു ചെയ്യുവാൻ ശീലിച്ചിട്ടുള്ളവനായ ഹേ അർജുന, അല്ലെങ്കിലോ അജ്ഞാനമാകുന്ന നിദ്രയെ ജയിച്ചവനായ അർജുന. ഭഗവാന്റെ നിത്യ സാന്നിധ്യം അർജുനന്റെ കൂടെ ഉണ്ട്. അർജുനനെ വിജയനാക്കുന്നത് ഭഗവാൻ തന്നെയാണ്. അങ്ങനെയുള്ള ആ ഭഗവാൻ അർജുനനെ ഒന്ന് ഉത്തേജിപ്പിച്ചുകൊണ്ടും ജ്ഞാനത്തിലേക്ക്, അതായത് ഉറങ്ങിപ്പോകരുത് കേട്ടോ, ഉണർന്നിരിക്കണം എന്നുള്ള രീതിയിൽ വർത്തിച്ചുകൊണ്ടും ഉപദേശം കൊടുത്തുകൊണ്ടും വർത്തിക്കുകയാണ്. പിന്നീട് പാർത്ഥൻ അല്ലെ, കുന്തിദേവി, കുന്തിദേവിയുടെ പുത്രനായതുകൊണ്ട് പാർത്ഥൻ. അപ്പോ ആ അർജുനൻ അതാ കുന്തിദേവിയുടെ ആ ഒരു സഹനശക്തിയും തപശക്തിയും കൃഷ്ണഭക്തിയും തീർച്ചയായിട്ടും ആർജിച്ചവൻ തന്നെയാണ്. കുന്തിദേവിയോളം കൃഷ്ണഭക്തി മറ്റാർക്കാ ഉള്ളത്? കുന്തിദേവിയാണ് ഉത്കൃഷ്ടയായ ഉത്തമയായ കൃഷ്ണ ഭക്ത. ഇത്രയും ദുഃഖങ്ങൾ സഹിച്ചു എന്നിട്ട് കൂടി ഭഗവാനെ കൈവിടാതെ ഭഗവാങ്കൽ സർവവും സമർപ്പിച്ചു. അല്ലയോ പാർത്ഥ, കുന്തിദേവിയുടെ പുത്രനല്ലേ അങ്ങ്? ഇതൊക്കെ ആ ശ്ലോകത്തിൽ അടങ്ങിയിരിക്കുന്നു. നമുക്ക് 26-ാമത്തെ ശ്ലോകം വായിക്കാം. തത്രാപശ്യ സ്ഥിതാൻ പാർത്ഥഃ പിതॄനഥ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതॄൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തഥാ. തത്ര അത്ര അവിടെ, തത്ര അവിടെ, അഥ പാർത്ഥഃ അനന്തരം അർജുനൻ ഉഭയോഹോ സേനയോഹോ സ്ഥിതാൻ രണ്ട് സൈന്യങ്ങളിലും സ്ഥിതി ചെയ്യുന്ന, എവിടെയാണ്? യുദ്ധക്കളത്തിൽ സ്ഥിതി ചെയ്യുന്ന പിതൃൻ പിതാക്കന്മാരെയും പിതാമഹാൻ പിതാമഹന്മാരെയും ആചാര്യാൻ ആചാര്യന്മാരെയും മാതുലാൻ തൻ്റെ അമ്മാവന്മാരെയും ഭ്രാതൃൻ സഹോദരന്മാരെയും പുത്രാൻ പുത്രന്മാരെയും പൗത്രന്മാരെയും സഖീൻ സ്നേഹിതന്മാരെയും തഥാ അപ്രകാരം തന്നെ. അടുത്ത ശ്ലോകം കൂടി നമുക്ക് നോക്കാം. 27-ാമത്തെ ശ്ലോകം. ശുശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി താൻ സമീക്ഷ്യ സ കൗന്ദേയഃ സർവാൻ ബന്ധൂനവസ്ഥിതാൻ. സഖീൻ സ്നേഹിതന്മാരെ കണ്ടു പറഞ്ഞു. ശുശുരാൻ ഭാര്യ പിതാക്കന്മാരെയും സുഹൃദഃ സുഹൃത്തുക്കളായിട്ടുള്ളവരെയും എല്ലാവരെയും ഉഭയോഹോ സേനയോഹോ അപി രണ്ട് സൈന്യങ്ങളുടെയും
മധ്യത്തിലായിട്ട് കണ്ടിട്ട് സഹാ കൗന്ദേയ, ആ കൗന്ദേയൻ കുന്തി പുത്രൻ സർവാൻ ബന്ധൂൻ, എല്ലാ പേരെയും നോക്കിക്കണ്ടു. അവിടെ അവസ്ഥിതരായിരിക്കുന്ന എല്ലാ പേരെയും നോക്കിക്കണ്ടു. ഇതാണ് എല്ലാ പേരും, വളരെ പ്രമുഖന്മാരെല്ലാ പേരും നിറഞ്ഞു നിൽക്കുന്ന ഒരു യുദ്ധക്കളമാണ്. എല്ലാ പേരും വേണ്ടപ്പെട്ടവര് തന്നെയാണ് അർജുനന്. എല്ലാ പേരെയും അർജുനൻ ആ ബന്ധുക്കളെ സർവാൻ ബന്ധൂൻ അവസ്ഥിതാൻ, എല്ലാ ബന്ധുക്കളെയും നോക്കി 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 കണ്ടു. പുത്രന്മാരുടെ ഭാവത്തിലുള്ളവര്, സുഹൃത്തുക്കളുടെ ഭാവത്തിലുള്ളവര്, അതുപോലെ ശ്വശുരന്മാര്, എല്ലാ പേരെയും 4 തലമുറയെയാണത്രേ അവിടെ കാണുവാൻ സാധിച്ചത്. അങ്ങനെ എല്ലാ ബന്ധുജനങ്ങളെയും കണ്ടിട്ട് അടുത്ത എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ആ ഒരു ശ്ലോകം കൂടി വായിച്ചു നിർത്താം. കൃപയാ പരയാവിഷ്ടഃ വിഷീദന്നിദമബ്രവീത്. അതാണ് കൃപയാ പരയാവിഷ്ടഃ. പരയാ കൃപയാ, അതായത് ഉത്കൃഷ്ടമായ കാരുണ്യത്താൽ ആവേശിക്കപ്പെട്ടവനായിട്ട് വിഷീദൻ, ഇതാ വിഷാദത്തോടുകൂടി ഇതം അബ്രവീത്, ഇപ്രകാരം പ്രതിവചിച്ചു. എല്ലാം നോക്കിക്കാണണമെന്നാണ് ആവശ്യപ്പെട്ടത്. നോക്കിക്കാണുവാൻ വേണ്ടി രഥം നിർത്തുവാൻ, ആത്മവിചിന്തനം ചെയ്യുവാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ തന്നെ ഭഗവാൻ സംബോധന ചെയ്ത് ഒരിക്കലും തളർന്നു പോകരുത്, സ്വരൂപ വിസ്മൃതി ഉണ്ടാകരുത് എന്നുള്ള രീതിയിൽ പ്രതിവചിക്കുകയും ചെയ്തു. ഇനി എന്താ സംഭവിക്കുക, നമുക്കത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഏവർക്കും നമസ്കാരം.